എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വാഗ്ദത്തം എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ഒന്ന്, വാഗ്ദത്തം, നിത്യജീവൻ എന്ന വാഗ്ദത്തം, നിത്യജീവൻ. രണ്ട്, സ്വാതന്ത്ര്യം എന്ന വാഗ്ദത്തം, ആന്തരികമായും മാനസികമായും ആത്മീയമായും സ്വാതന്ത്ര്യം. മൂന്ന്, പരിശുദ്ധാത്മാവ് എന്ന സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവ്. നമുക്ക് പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്നാണ് വാഗ്ദാനം, വാഗ്ദത്തമാണ്. നേടണം, നേടിയെടുക്കണം, വാഗ്ദത്തം പരിശുദ്ധാത്മാവ്. നാലാമത്തേത്, ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദിവ്യ സ്വഭാവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കുമെന്ന് വാഗ്ദത്തം തന്നിരിക്കുകയാണ്. വാഗ്ദത്തമുണ്ട്, നാം വാഗ്ദത്തം നേടിയെടുക്കണം. ദിവ്യ സ്വഭാവം, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുക, അതൊരു അത്ഭുതകരമായ അനുഭവമാണ്. ദിവ്യ സ്വഭാവം നാം അതൊക്കെയാണ് വാഞ്ചിക്കേണ്ടത്. ചെറുതിൽ നിർത്തിയാൽ പോരാ. എക്സ്പെക്റ്റ് ഹൈ തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കണം. പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ്. നല്ല കാര്യങ്ങൾ, വൻ കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. വെയിറ്റ് ഫോർ ഗ്രേറ്റ് തിങ്സ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കുക. ആൻഡ് പ്രേ എവർമോർ. വീണ്ടും പ്രാർത്ഥിക്കുക. എന്തിന്? ഗ്രേറ്റ് തിങ്സ്, വൻ കാര്യങ്ങൾ ലഭിക്കാൻ പ്രാർത്ഥിക്കുക. വാഗ്ദത്തമുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്, വാക്കുമാറില്ല, ഉറപ്പാണ്. അക്കാര്യം ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. ഇത് കർത്താവ് തന്ന വാഗ്ദത്തമാണെങ്കിൽ അത് നടക്കും നിശ്ചയം. ഞാൻ എന്നെ തന്നെ ഒരുക്കി കൈ നീട്ടിയാൽ മതി, തരും, ഉറപ്പാണ്. തരാൻ കർത്താവ് എൻ്റെ നേരെ അത് നീട്ടിയിട്ടുണ്ട്, ഞാനത് കൈ നീട്ടി വാങ്ങണം. അല്ലെങ്കിൽ എനിക്ക് പ്രയോജനമില്ല. എനിക്ക് എന്തെല്ലാം ഉണ്ടെന്ന് വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. വാഗ്ദത്തം നമുക്കുണ്ട്. ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായിത്തീരുന്നു. ദിവ്യ സ്വഭാവം. എവിടെയും നമ്മുടെ ജീവിതത്തിൽ എളിമയുണ്ടായിരിക്കുക, താഴ്മയുണ്ടായിരിക്കുക, നമ്മുടെ വാക്കുകൾക്ക് മാധുര്യം ഉണ്ടായിരിക്കുക. വാക്കുകൾക്ക് മാധുര്യം. എവിടെ പോയി കരുണയുണ്ടായിരിക്കുക. കരുണ. ഒരാളുടെ പ്രയാസം കാണുമ്പോൾ ഉള്ളിങ്ങനെ കിടുങ്ങുക, ഉള്ളു വേദനിക്കുക. വേറെ ആളുടെ പ്രയാസം കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ആരും അല്ലായിരിക്കും, രക്തബന്ധത്തിലുള്ള ആളായിരിക്കില്ല. പക്ഷേ ഒരാളുടെ വേദനയിൽ നമ്മുടെ ഉള്ളിൽ പിടയണം. നമ്മുടെ ഹൃദയത്തിൽ നൊമ്പരം വരണം. അപ്പോൾ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമായി കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ സ്വഭാവം എപ്പോഴും ലളിതമായ മനോഭാവം. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഓരോന്നോരോന്നും നാം എടുത്തെടുത്ത് നോക്കുമ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാകും, അയ്യോ, ഞാൻ ആ സ്വഭാവത്തിൽ നിന്ന് എത്ര ദൂരെ നിൽക്കുന്നത്. ഇന്നും പരിശുദ്ധയുണ്ട്. കൂട്ടായ്മയിൽ തന്നെ പരസ്പരം ഭിന്നതയുണ്ട്. ഓരോ സ്ഥലത്തുമുള്ള കൂട്ടായ്മയിൽ ദൈവമക്കൾ തമ്മിൽ ഒരു മനസ്സില്ല. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും കൂട്ടായ്മയിൽ ഒരു വലിപ്പ ചെറുപ്പ ഭേദമുണ്ട്. ചിലരെ നാം ഒരു അകറ്റി നിർത്തുന്ന സ്വഭാവമുണ്ട്. വേണ്ട, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ആദരിക്കുന്നു, എല്ലാവരെയും മാനിക്കുന്നു, എല്ലാവരെയും നാം സ്നേഹത്തോടെയും അഭിമാനത്തോടെയും കാണുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് കിട്ടുക. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നുവെന്ന് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, ക്രിസ്തുവിൻ്റെ മനോഭാവം കിട്ടുക, ക്രിസ്തുവിൻ്റെ സ്വഭാവം കിട്ടുക. പിന്നുള്ളത് വാഗ്ദത്ത ദേശം. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്ത ദേശം. ഒരു ദേശം നമുക്ക് കർത്താവ് തരികയാണ്. ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമുക്ക് അനുഗ്രഹീതമായ ഒരു ഭാവി കർത്താവ് തരുന്നു. ഈ ലോക ജീവിതം കഴിഞ്ഞാലും ഒരു ദേശം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് വാക്യങ്ങളൊക്കെ അറിയാം, അല്ലേ? നമുക്കറിയാം, തീർച്ചയായിട്ടും അറിയാം. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാൽ ഈ യേശു ഒരുക്കുന്ന ആ സ്ഥലത്ത് ഞാൻ ചെല്ലുമോ? ചിന്തിച്ചിട്ടുണ്ടോ? യേശു എനിക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്നുണ്ട്, അവിടെ ഞാൻ ചെല്ലുമോ? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്.
പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരുത്തുമെന്ന് പറയുന്നത് വാഗ്ദത്തമാണ്. വാഗ്ദത്ത ദേശം യേശു ഇരിക്കുന്നിടത്ത് നമ്മെ ഇരിക്കും. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കിയാൽ നമ്മിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. വാഗ്ദത്തമുണ്ട്, പക്ഷേ ആർക്കും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. വാഗ്ദത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട്, കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം തരാമെന്നാണ് പറയുന്നത്. സത്യമായിട്ടും ഒരപ്പൻ മോനെ നിനക്ക് ഈ അടുത്ത പ്രാവശ്യം നിനക്ക് ഒരു ഡിക്ഷണറി മേടിച്ച് തരാം എന്ന് പറയുന്നു. അത് അപ്പം പറഞ്ഞതാണ്, മോനെ സ്നേഹത്തോട് പറഞ്ഞതാണ്. മേടിച്ച് തരും, ഉറപ്പാണ്. മോളെ നിനക്ക് ഇപ്പോഴത്തെ ഡ്രസ്സ് പോരാ, ഒരു കുറച്ചുകൂടി ലളിതമായ ഒരു വേഷം, ഒരു ആർക്കും ഒരു പ്രയാസം തോന്നാത്ത വേഷം, നല്ലൊരു ഡ്രസ്സിങ് തരാം, മേടിച്ചു കൊടുക്കുന്നു. വാഗ്ദത്തമാണ്. ദൈവത്തിന് സ്തോത്രം. നീ ഈ വർഷം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടിയാൽ നിനക്ക് ഞാനൊരു വാച്ച് മേടിച്ച് തരാം, അപ്പൻ പറയുന്നു. വാഗ്ദത്തമാണ്. ഇതുപോലെ നമുക്ക് അതിലെഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? അതുപോലെ വാഗ്ദത്തങ്ങൾ വെച്ചിരിക്കുകയാണ്. നമ്മൾ ചെന്ന് എടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ചെന്ന് കൈവശമാക്കണം, അത്രയേ ഉള്ളൂ. നീ ചെന്നത് കൈവശമാക്കുക എന്നാണ് മോശയോട് പറഞ്ഞത്. നീ ചെന്നത് കൈവശമാക്കുക എന്നാണ് യോശുവയോട് പറഞ്ഞത്. ചെന്ന് കൈവശമാക്കണം. ദേശമുണ്ട്, ആ ദേശം കൈവശമാക്കണം. നിങ്ങൾ ചെന്ന് ആ ദേശത്ത് വസിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ചെല്ലാതെ നാം ഇന്ന് വെറുതിൽ കഴിയുകയാണ്. ആത്മാവിൻ്റെ വെറുതിയിൽ. ഞാനും അതെ, ആത്മാവിൻ്റെ വെറുതിയിൽ ഒന്നും ഞാനായിട്ടില്ല. ഞാൻ ചിന്തിക്കുക, ഈ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ച് അറിയുന്തോറും കർത്താവേ ഞാൻ ഒന്നും ആയില്ലല്ലോ എന്നാണ് എൻ്റെ ചിന്ത. ഞാൻ ഒരിടത്ത് എത്തിയില്ലല്ലോ എന്നാണ് ചിന്ത. സ്തോത്രം. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏകാന്തത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതൊക്കെയാണ് പറയുന്നത് കർത്താവിനോട്. കർത്താവേ, നീ എനിക്ക് വേണ്ടി വലിയ വലിയ വാഗ്ദാനങ്ങൾ തന്നിരിക്കുന്നു, വലിയ വാഗ്ദാനങ്ങൾ. അവിടം വരെ എത്താൻ ഇനി എത്രയോ മൈലുകൾ ഞാൻ നടക്കണം, എത്രയോ മൈലുകൾ ഞാൻ സഞ്ചരിക്കണം. കർത്താവേ, വാഗ്ദത്തങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഈ വാഗ്ദത്തങ്ങൾ തരികയാണ്. ദൈവം എല്ലാവർക്കും തരികയാണ്, ഒരാൾക്കല്ല, എല്ലാവർക്കും തരികയാണ്. വാഗ്ദത്ത ദേശം, അനുഗ്രഹീതമായൊരു ദേശം, വാഗ്ദത്ത ദേശം. വായിക്കാം, യാക്കോബിൻ ലേഖനം 2:5 പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കിയിരിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? ദൈവം വാഗ്ദത്തം തന്നിരിക്കുന്നു. ദൈവം ചെയ്ത വാഗ്ദത്തത്തിൻ്റെ അവകാശികളാകേണ്ടതിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മെല്ലാവരും തിരഞ്ഞെടുത്തിരിക്കുകയാണ് വാഗ്ദത്തത്തിൻ്റെ അവകാശികളാകാൻ. വാഗ്ദത്ത ദേശം, വാഗ്ദത്ത രാജ്യം, ഒരു രാജ്യം നമുക്ക് അവകാശമായി തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, 3-ാം സ്വർഗ്ഗത്തിലൂടെ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ശരീരത്തിലൂടെയാണോ പോയത്, അല്ല ശരീരം കൂടാതെയാണോ പോയതെന്ന് അറിയുന്നില്ല. അപ്പോസ്തലൻ അങ്ങനെയാണ് പറഞ്ഞത്. ശരീരത്തിലൂടെയോ ശരീരം കൂടാതെ അറിയുന്നില്ല. എന്നാൽ മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതായ അനേക കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ഞാൻ ചെയ്തു. വായിച്ചു 2 കൊരിന്ത്യർ 12-ാം പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ദർശനങ്ങളും വെളിപ്പാടുകളും ഞാൻ ഇതാ വിവരിക്കാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം വെളിപ്പെടുത്തുന്നില്ല. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. അവൻ എന്ന് വെച്ചാൽ ഞാൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ശരീരത്തോടുകൂടിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. ശരീരം ഇല്ലാതെയാണോ ഞാൻ പോയതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു. മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. ഞാൻ കേട്ടു. മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തത്, പറഞ്ഞുകൂടാത്തതായ വാക്കുകൾ ഞാൻ കേട്ടു. എനിക്ക് അറിയാൻ പാടില്ല വാക്കുകൾ, എനിക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഞാൻ കേട്ട വാക്കുകൾ എനിക്ക് ഉച്ചരിക്കാൻ പറ്റില്ല. ദൈവിക ഭാഷയാണ്, സ്വർഗീയ ഭാഷയാണ്, സ്വർഗത്തിലെ ഭാഷയാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. എനിക്ക് ഉച്ചരിക്കാൻ പാടില്ല. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും ഉച്ചരിക്കാൻ പാടില്ലാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. വാക്കുകളെ ഞാൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. അവനെക്കുറിച്ച് ദൈവത്തിന് അതിലെനിക്ക് അഭിമാനമുണ്ട്, പ്രശംസയുണ്ട്. എന്തിനാ പ്രശംസ? പിന്നെ പറഞ്ഞു വരുമ്പോൾ അറിയാം. എന്നെക്കുറിച്ചോ
എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല. എന്നെക്കുറിച്ച് പേഴ്സണലായിട്ട്, എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് ആകെ പ്രശംസിക്കാനുള്ളത് എൻ്റെ ബലഹീനത മാത്രം. ഒരു അല്പനായ മനുഷ്യൻ, എനിക്കതേ പറയാനുള്ളൂ. ഒരു കുറിയ മനുഷ്യൻ, അതേ എനിക്ക് പറയാനുള്ളൂ. ശരീരത്തിൻ്റെ ആകാരം, ശരീരത്തിൻ്റെ രൂപം വളരെ ചെറിയ ഒരു ശരീരം, ഒരു രൂപഭംഗിയൊന്നുമില്ലാത്ത ശരീരം, വളരെ കുറിയ ശരീരം എന്നാണ് വേദവസ്തം പറയുന്നത്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 8-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. അപ്പോസ്തലനായ പൗലോസ് ശരീരപ്രകാരം ഒരു രോഗിയാണ്, അവശനാണ്. എന്നാൽ ഇങ്ങനെ ബലഹീനതയുള്ള ഞാൻ, എന്നിൽ തന്നെ എനിക്ക് സമാധാനമുള്ളത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെ കണ്ടെത്തി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നാം മനസ്സിലാക്കണം. നാം ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ നമ്മുടെ ബലഹീനതയെല്ലാം നിസ്സാരവൽക്കരിക്കപ്പെടും. എന്തെല്ലാം ബലഹീനതയുണ്ട്. ശരീരത്തിൽ ബലഹീനതയുള്ളവരുണ്ട്, അംഗഭംഗമുള്ളവരുണ്ട്, ബുദ്ധിമന്ദിയുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്. ചിലർക്ക് ഒരേ കഴിവുകളില്ലല്ലോ, പഠിക്കാൻ കഴിവില്ലാത്തവരുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ ഇതെല്ലാം മാറും. ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ നമ്മളുടെ ബലഹീനതകൾ മാറും. ഇങ്ങനെ ബലഹീനതകൾ പ്രശംസിക്കുന്ന അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് വാസ്തവത്തിൽ പലതരത്തിൽ പോരായ്മകളുണ്ട്, പലതരത്തിലുള്ളതായ പോരായ്മകളുണ്ട്. അതിലെല്ലാം ഞാൻ പ്രശംസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കെന്താണ് രോഗം വന്നത് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് രോഗമുണ്ട്, അത് രാവും പകലും തന്നെ വലട്ടുന്ന ഒരു രോഗമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. എന്താ കർത്താവേ മാറ്റി തരാത്തത്? 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് നോക്കി, ദൈവത്തോട് ഞാൻ ചോദിച്ചു നോക്കി. ഞാൻ ചോദിച്ചതെല്ലാം കർത്താവ് തരാറുണ്ട്. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ രോഗിയാണ്, എൻ്റെ രോഗം മാറണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അത് മാറണമെന്ന് പറഞ്ഞിട്ടും കർത്താവ് അത് കേൾക്കാഞ്ഞിട്ടല്ല. കർത്താവ് അപ്പോഴെല്ലാം പറയുന്നു, എൻ്റെ കൃപ പോരേ നിനക്ക് മോനെ, എൻ്റെ കൃപ പോരേ നിനക്ക് എന്താ വേണ്ടത്? ആദ്യം വേണ്ടി നിനക്ക് എന്താ വേണ്ടത്? എൻ്റെ കൃപ പോരെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പൈസയ്ക്ക് ഞെരുക്കമുണ്ടോ? അപ്പോൾ ഓർത്തുകൊള്ളണം, കർത്താവിൻ്റെ കൃപ എനിക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആഹാരത്തിന് മുട്ട് വന്നു, കർത്താവിൻ്റെ കൃപ എനിക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് പഠിത്ത പരീക്ഷ പാസ്സായില്ല, സാരമില്ല, കർത്താവേ നിൻ്റെ കൃപ എനിക്ക് മതി. ഞാൻ പല പരീക്ഷകൾ എഴുതി നോക്കി, ഒന്നും ജയിച്ചില്ല, കർത്താവേ നിൻ്റെ കൃപ എനിക്ക് മതി. കൃപ വേണം. എന്തെല്ലാം പരാജയമാണ്, എനിക്ക് രോഗമുണ്ട്, രോഗം മാറിയില്ലെങ്കിലും കർത്താവേ നിൻ്റെ കൃപ മാറരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു മനോഹരമായ ചിന്തയാണ്. ഞാൻ ആസ്വദിക്കുന്ന ചിന്തയാണ്, ഞാൻ അനുഭവിക്കുന്ന ചിന്തയാണ്. കർത്താവേ നിൻ്റെ കൃപ മാറരുത്. ഞാൻ കൂടെ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ കൃപയുടെ കരം മാറരുതേ, നിൻ്റെ കൃപയുടെ കരം എൻ്റെ തലയിൽ നിന്ന് മാറരുതേ, നിൻ്റെ കൃപയുടെ ആ സ്നേഹം എൻ്റെ തലയിൽ നിന്ന്, എൻ്റെ സ്വഭാവത്തിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറരുതേ. എൻ്റെ കൃപ നിനക്ക് മതി. എന്തെല്ലാം വന്നാലും സാരമില്ല. രോഗം വരുന്നോ, ആപത്ത് വരുന്നോ, അപകടം വരുന്നോ, ഞെരുക്കം വരുന്നോ, പ്രശ്നം വരുന്നോ, കർത്താവേ അതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ എനിക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. അതിനെല്ലാം പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ജീവിതത്തിൽ പ്രയാസങ്ങളില്ലേ, നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലേ? കർത്താവിൻ്റെ കൃപ, ആ കൃപയാണ് നമ്മെ സ്വർഗീയ രാജ്യത്തിന് അവകാശികളാക്കി തീർക്കുന്നത്. ആ കൃപയാണ് സ്വർഗരാജ്യത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. കൃപയുടെ നിറവ്. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ കൃപ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടോ? ആ ബോധ്യം കിട്ടുന്നുണ്ടോ? പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കർത്താവിൻ്റെ കൃപ വേണം. പരീക്ഷ എഴുതാൻ കൃപ വേണം, പഠിക്കാൻ കൃപ വേണം. ചില സബ്ജക്ട്സ് വീക്കാണ്, ശരിയായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, അത്ര എളുപ്പമല്ല. പക്ഷേ കർത്താവിന് കൃപയുണ്ടെങ്കിൽ പഠിക്കാൻ സാധിക്കും. കൃപ കിട്ടണം. ഓരോരുത്തരും അതാണ് ചിന്തിക്കേണ്ടത്. കർത്താവേ കൃപ എനിക്ക് വേണം. അതാ നിൻ്റെ രാജ്യത്തിലേക്ക് വരാൻ എനിക്ക് കൃപ വേണം. ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് കൃപ വേണം. കൃപയാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. കൃപ ഞാൻ അനുഭവിക്കുന്നു. കൃപ എല്ലാം കൃപ. എൻ്റെയല്ല, ദാനം, സൗജന്യദാനം. ഞാൻ നേടിയതല്ല, ഞാൻ സമ്പാദിച്ചതല്ല, ഞാൻ അധ്വാനിച്ചതല്ല, ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു. സ്തോത്രം. കൃപ. എല്ലാം അതെ, എല്ലാം കൃപയുടെ നിറവിന് വേണ്ടി നിങ്ങൾ കൊതിക്കണം. ദൈവത്തിന് കൃപ തരാൻ കൊതിക്കണം. കർത്താവേ കൃപ എൻ്റെ മേൽ പതിയണമേ, എൻ്റെ മേൽ ഇറങ്ങണമേ. സ്തോത്രം. ഈ സ്വർഗീയ രാജ്യത്തിന് വേണ്ടി നാം ഒരുങ്ങുകയാണ് വേണ്ടത്. സ്വർഗീയ രാജ്യം
വാഗ്ദത്ത ദേശം, വാഗ്ദത്ത ദേശത്തിന് വേണ്ടി നാം ഒരുങ്ങണം. ഈ അടുത്ത സമയത്ത് എൻ്റെ മനസ്സിലൊരു പാട്ടിൻ്റെ ശകലം വന്നു. ആശിച്ച ദേശം കാണുകയായി, ആശിച്ച ദേശം കാണുകയായി. അത് ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള പാട്ടായിരിക്കാം, പക്ഷേ ഈ കൂടെ ആ വാക്ക് വരുന്നു, ആശിച്ച ദേശം കാണുകയായി. എന്താണാവോ അറിയാൻ പാടില്ല. ആശിച്ച ദേശം കാണുകയായി. ആശ വെച്ച ദേശത്തേക്ക് നാം ദ്രുതഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ അരികത്തേക്ക് നാം ചെല്ലുന്തോറും നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ അഴുക്കുള്ളതിന് ആർക്കും പ്രവേശനമില്ല, അശുദ്ധിയുള്ളവർക്കാർക്കും പ്രവേശനമില്ല, ഒരു അശുദ്ധി അതിൽ കിടക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആ സ്ഥലത്തേക്ക് ഒരു അശുദ്ധിന് കടന്നില്ല, സാധ്യമല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയില്ലാതെ ആർക്കും പ്രവേശിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ മുദ്ര വേണം, ആ തിരക്തത്തിൻ്റെ അടയാളം വേണം. ആ അടയാളം ഈ ഭൂമിയിൽ സമ്പാദിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്. എന്തെല്ലാം നേടിയാൽ എന്താണ്? ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് കിട്ടിയില്ലെങ്കിൽ എന്ത് ഫലം? എല്ലാം തീർന്നു പോകുമല്ലോ. ഇതൊക്കെ മാറാൻ എത്ര നേരം വേണം? ഇന്നുള്ള ഈ ആയുസ് തീരാൻ എത്ര നേരം വേണം? ഇന്നുള്ള ഈ ആയുസ്, ഇന്ന് ശരീരത്തിൽ ജീവൻ കുടികൊള്ളുന്നുണ്ട്, ശരിയാണ്, പ്രാണനുണ്ട്. പക്ഷേ ഇതെപ്പോഴാണ് ഈ പ്രാണൻ വിട്ടുപോകുന്നത് നമുക്കറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഈ തിരക്തത്തിൻ്റെ അടയാളമുള്ളവരായി നിൽക്കണം. തിരക്തത്തിൻ്റെ അടയാളം, തിരക്തന് മുദ്ര. ഈ മുദ്രയുള്ളവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സൗദസിംഗ് ഒരു ദർശനം കാണുകയുണ്ടായി. ആ ദർശനം മനോഹരമായ ദർശനമാണ്. സ്വർഗരാജ്യത്തിൻ്റെ വാതിക്കൽ കൊണ്ടുപോയി ദൂതൻ സുദർശകൻ കൊണ്ടുപോയി നിർത്തി. ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടോളാൻ പറഞ്ഞു. നോക്കി നിൽക്കുമ്പോൾ അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ച് കടന്നു വരുന്നു, ആത്മാവ് വരുന്നു. ദൂതൻ അദ്ദേഹത്തിന് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല. നിങ്ങൾ അമ്പരന്ന് പോയി. എന്ത്, എനിക്ക് പ്രവേശനമില്ലെന്നോ? ഞാനൊരു സുവിശേഷകനാണ്, ഞാൻ സുവിശേഷം പറയുന്നയാളാണ്. ഞാൻ പറഞ്ഞ എൻ്റെ പ്രസംഗം കൊണ്ട് പലർക്കും പ്രയോജനം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് പ്രവേശനമില്ലേ? പറയൂ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറച്ച് നേരം ഇവിടെ മാറി നിൽക്കൂ. അല്പനേരം കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ എന്താണ് നടക്കുന്നത് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു വരുന്നു, യൗവനക്കാരൻ, ആത്മാവ്. സുദർശൻ കാണുന്നുണ്ട്, ഈ അദ്ദേഹം മാറ്റി നിർത്തി ആ മനുഷ്യനെ കാണുന്നുണ്ട്. മാലാഖ വളരെ സന്തോഷത്തോടെ എതിരേൽക്കുന്നു. യൗവനക്കാരൻ മരിച്ച് കിടന്നു ചെന്നപ്പോൾ അവനെ സന്തോഷത്തോടെ മാലാഖ എതിരേൽക്കുന്നു. അതിനുവേണ്ടി മനോഹരമായ ഒരു വലിയ സൗധം, മണിമാളിക അവന് പണിതിരിക്കുന്നത് കാണിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷകൻ ആദ്യം ഉണ്ടായിരുന്ന സുവിശേഷകൻ പറഞ്ഞു, ഇത് അന്യായമല്ലേ? ഇവിടെ ഈ സ്വർഗത്തിലുണ്ടോ പക്ഷഭേദം? ഞാൻ പ്രസംഗിച്ച് എൻ്റെ പ്രസംഗം കേട്ട് മനസ്സന്തരപ്പെട്ടതാണ് ഇവൻ. എൻ്റെ വീട്ടിലെ വേലക്കാരനാണ്, എൻ്റെ വചനം കേട്ട് മനസ്സന്തരപ്പെട്ടതാണ്. എന്നിട്ട് അവന് പ്രവേശനം കൊടുത്തു, ഉന്നതമായ മണിമാളികയിലേക്ക് കൊണ്ടുപോയി. ഞാൻ അനേകം പേരോട് സുവിശേഷം പറഞ്ഞു. ചിലർക്ക് രോഗശാന്തി ഉണ്ടായിട്ടുണ്ട്, ചിലർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെ പുറത്തു നിർത്തി. എന്താ ഇതിന് കാരണം? മലാഖ പറഞ്ഞു, ഇവിടെ ഒരു കാര്യമേ നോക്കുന്നുള്ളൂ, ഒറ്റയ്ക്കൊരു കാര്യം. ഞങ്ങളതേ നോക്കാൻ രാജാവ് പറഞ്ഞിട്ടുള്ളൂ. രാജകുമാരൻ്റെ ഛായ ഉണ്ടോ എന്ന് നോക്കണം. രാജകുമാരൻ്റെ ഛായ ഉണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ കയറ്റി വിടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയപ്പോൾ രാജകുമാരൻ്റെ ഛായയില്ല, രാജകുമാരൻ്റെ ഛായയില്ല. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഛായയില്ല, രാജകുമാരൻ യേശുക്രിസ്തു. രാജകുമാരൻ്റെ ഛായ നിങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രവേശിപ്പിച്ചില്ല. മറ്റേ ഞാൻ വന്ന ചെറുപ്പക്കാരന് രാജകുമാരൻ്റെ ഛായയുണ്ട്, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോഴാണ് ഈ മനുഷ്യൻ തന്നെ കാണുന്നത്. നോക്കുക, അയ്യോ, വളരെ വികൃതമായ രൂപം. അപ്പോഴാണ് അതിൻ്റെ രൂപം എന്താണെന്ന് മനസ്സിലായത്. വികൃതമായ രൂപം, വളരെ വികലമായ രൂപം, വളരെ വൃത്തികെട്ട രൂപം. ഓ, എൻ്റെ സ്വഭാവം, എൻ്റെ ഛായ മാറിയില്ലല്ലോ. വികൃതമായ രൂപം, പൈശാചിക രൂപം. അപ്പോൾ അവിടെ ആ ദിവ്യ വെളിച്ചത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ വയ്യാതായി. അവിടെ നിന്ന് ഒരു കല്ലെടുത്തെറിയുന്നത് പോലുള്ള വേഗത്തിൽ നരകത്തിൻ്റെ അഗാധതയിലേക്ക് പോകുന്നു. അവിടെ ഇരുട്ടിൽ മറയുന്നു. ഈ വികൃതമായ രൂപത്തോടുകൂടി വെളിച്ചത്തിൽ നിൽക്കാൻ വയ്യ, വികൃതമായ രൂപം. അതുകൊണ്ട് രൂപം കണ്ടിട്ട് ലജ്ജയോടെ അവിടെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒളിച്ചാൽ മതി എന്നുള്ള രീതി ഭാവത്തോടെ ഒളിച്ചാൽ മതി, പോയി ഇരുട്ടിൽ മറയുന്നു. സുദർശൻ കണ്ട ദർശനമാണ്. നമ്മുടെ ജീവിതത്തിൽ
സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് വേണമെങ്കിൽ നമ്മെ ശുദ്ധീകരിക്കാൻ നാം വിട്ടുകൊടുക്കണം. ചെത്തി വെടിപ്പാക്കും, ചെത്താൻ വിട്ടുകൊടുക്കണം. പലപ്പോഴും ചെത്തുമ്പോൾ വേദനയുണ്ട്, ഇല്ലേ? ചെത്തുമ്പോൾ വേദനയുണ്ട്. ഈ ഉപയോഗപ്പെടണമെങ്കിൽ, ഫലം കായ്ക്കണമെങ്കിൽ ചെത്തി വെടിപ്പാക്കണം, ശിഖരങ്ങൾ ചെത്തിക്കളയണം. ചിലപ്പോൾ ചില ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? പിന്നീട് മഴക്കാലം വരുമ്പോഴേക്കും പെട്ടെന്ന് തടുത്ത് പൂത്ത് വരുന്നത് കാണാം. ദൈവത്തിന് സ്തോത്രം. ചെത്തി വെടിപ്പാക്കണം. ചെത്തുമ്പോൾ തീർച്ചയായിട്ടും വേദന ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വേദന ഉണ്ടാകും. നമ്മുടെ പാപങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വേദന ഉണ്ടാകും. ഇന്ന തെറ്റ് മാറ്റണമെന്ന് പറയുമ്പോൾ വേദന ഉണ്ടാകും. വേദനയല്ല ഉണ്ടാകേണ്ടത്. അവിടെ വരേണ്ടത് വിനയമാണ്. വിനയം. മോനെ, നിനക്ക് ഇന്ന തെറ്റുണ്ട്, അത് നീ മാറ്റണം എന്ന് പറയുമ്പോൾ വിനയമാണ് ഉണ്ടാകേണ്ടത്. വിനയം വന്നാൽ രക്ഷയായി. അതിനെക്കുറിച്ച് ന്യായീകരണം വന്നാലോ പ്രയോജനമില്ല. ന്യായീകരണം വരും. അതാണ് പലപ്പോഴും പറ്റാറുള്ളത്. ന്യായീകരണം വരും. കഴിഞ്ഞൊരവസരത്തിൽ ഞാനൊരു സ്ത്രീയോട് സംസാരിച്ചു. അത് ഭർത്താവിനോടുകൂടിയാണ് വന്നത്. സ്ത്രീയോട് സംസാരിച്ചു, തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. സംസാരിച്ചു. ആ സ്ത്രീ എന്ത് ന്യായീകരണം പറയുന്നത്? ന്യായീകരണം. വളരെ എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും നാൾ കൂട്ടായ്മയിലൊന്നും ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നു. എന്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും ന്യായീകരണമുണ്ട്. നേരെ മറിച്ച് ന്യായീകരണം കൂടാതെ, യാതൊരു ന്യായീകരണവും പറയാതെ, ഇതാ കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ, ഇതാ ഞാൻ പാപിയായ സ്ത്രീ, കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചതൊക്കെയും സത്യം സത്യം സത്യം, ഇങ്ങനെ പറയാൻ സാധിച്ചാൽ രക്ഷയായി. പക്ഷേ പലപ്പോഴും സാധിക്കുന്നില്ല. ന്യായീകരണം കൂടാതെ വചനം കൈക്കൊള്ളാൻ സാധിക്കണം. ന്യായീകരണം കൂടാതെ വചനം കൈക്കൊണ്ടാൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടാകുകയുള്ളൂ. വചനം കൈക്കൊള്ളണം. വചനം ആത്മാവാകുന്നു. ആത്മാവാകുന്ന വചനത്തെ സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എളിമയുള്ളവർ മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലുകയുള്ളൂ. വചനം കേട്ട് തന്നെ എളിമപ്പെടുത്തി സ്വീകരിക്കാൻ സാധിക്കുന്നവർ മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലുകയുള്ളൂ. ഞാൻ വിനയത്തോടെ പറയുകയാണ്, അനേകർക്കും അഹങ്കാരമാണ്. നിങ്ങളെ ആരെക്കുറിച്ചും അല്ല പറയുന്നു, പക്ഷേ പലരും അഹങ്കാരമാണ്. അവരവരുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള അഹങ്കാരം, അവരുടെ പദവിയെക്കുറിച്ചുള്ള അഹങ്കാരം, ജോലിയെക്കുറിച്ചുള്ള അഭിമാനം, അഹങ്കാരം, പണത്തെക്കുറിച്ചുള്ള അഹങ്കാരം. ഈ അഹങ്കാരമുള്ളവർക്ക് കർത്താവിനെ കിട്ടുകയില്ല. അഹങ്കാരം, എനിക്ക് ഇന്നതുണ്ട് എന്നുള്ള അഹങ്കാരം, എനിക്ക് ഇന്ന മേന്മകളുണ്ടെന്നുള്ള അഹങ്കാരം എല്ലാം തെറ്റാണ്. കർത്താവേ ഞാൻ നിസ്സാരൻ, സ്തോത്രം. കർത്താവേ ഞാൻ നിസ്സാരൻ, ഞാൻ ഒന്നുമില്ലാത്തവൻ, എനിക്ക് ആകെയുള്ളത് നീ മാത്രമാണ്. നീ ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളൂ, സ്തോത്രം. നീ ഇല്ലെങ്കിൽ ഞാൻ വെറും പൂജ്യമാണ് കർത്താവേ. ഇങ്ങനെ നാം താഴ്ത്താൻ തുടങ്ങുമ്പോൾ നമുക്ക് അനുഗ്രഹം സമൃദ്ധിയായിട്ട് കിട്ടും. ഒന്നിലും അഹങ്കരിക്കരുത്, ഒന്നിലും നാം നിഗളിച്ചു പോകരുത്. ഒന്നിലും പണത്തിൽ നിഗളിക്കരുത്, ജോലിയിൽ നിഗളിക്കരുത്, ശമ്പളത്തിൽ നിഗളിക്കരുത്, നിങ്ങളുടെ വരുമാനത്തിൽ നിഗളിക്കരുത്, നിങ്ങളുടെ ഭാര്യയിൽ നിഗളിക്കരുത്, ഭർത്താവിൽ നിഗളിക്കരുത്, മക്കളിൽ നിഗളിക്കരുത്. നിഗളം പാടില്ല. ഇല്ല എന്ന് പറഞ്ഞാലും ഓരോരുത്തരും ചിന്തിച്ചാൽ കാണാം, നിഗളമുണ്ട്, സ്തോത്രം. നിഗളം, ഈ നിഗളം മാറ്റണം, അഹങ്കാരം മാറ്റണം. അഹങ്കാരം മാറിയാൽ, എളിമ വന്നാൽ നമുക്ക് ജയിക്കാം. വിനയം വന്നാൽ ജയിക്കാം. ക്രിസ്തുവിൻ്റെ സ്വഭാവം വിനയം, ക്രിസ്തുവിൻ്റെ സ്വഭാവം എളിമ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഈ ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങളൊന്ന് ദൈവരാജ്യത്തിൻ്റെ അവകാശമായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവരാജ്യം, വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അത് ലഭിക്കാതെ വരാതിരിക്കാൻ നാം ഭയപ്പെടുക. വാഗ്ദത്തം കൊണ്ട് പക്ഷേ ലഭിക്കാതെ വരാതിരിക്കാൻ വന്നുപോയോ ഭയപ്പെടണം. അതുകൊണ്ട് ഒരുക്കത്തോടെ ഇരിക്കുക, വിശുദ്ധീകരണം പ്രാപിക്കുക, രൂപാന്തരം പ്രാപിക്കുക, അതിനുവേണ്ടി കൊതിക്കുക, ഒരു വിശുദ്ധനാകാൻ തീരുമാനിക്കുക, അങ്ങനെ പുതിയ ജീവിതം തുടങ്ങുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ തരത്തിലുള്ളതായ പ്രയാസങ്ങളോടും ഭാരങ്ങളോടും വന്നിരിക്കുന്നുണ്ടല്ലോ കർത്താവേ. ദൂരയാത്ര ചെയ്തും ക്ലേശിച്ച് വന്നവരുണ്ടല്ലോ. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. നിൻ്റെ മക്കളെ തഴുകണമേ. നിൻ്റെ മക്കളുടെ ഭാരങ്ങൾ മാറ്റിക്കൊടുക്കണമേ കർത്താവേ. രോഗങ്ങൾ മാറ്റിക്കൊടുക്കണമേ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണമേ, കുടുംബത്തിലെ ഛിദ്രങ്ങൾ മാറ്റിക്കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ. ഒറ്റപ്പെട്ടവരായിരിക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുവാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.